പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ, കുറേ വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ, ആരോട് ചോദിക്കുമെന്നറിയാത്ത ചോദ്യങ്ങൾ, എവിടെ നിന്ന് ഉത്തരം കിട്ടുമെന്നറിയാത്ത ചോദ്യങ്ങൾ. അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കോപത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. കോപം സർവ്വസാധാരണമായ ഒരു മനുഷ്യവികാരം ആണ്. കോപിക്കാത്ത ആരുമില്ല, ദേഷ്യപ്പെടാത്ത ആരുമില്ല. എന്നാൽ ഇന്ന് ന്യൂക്ലിയസ് ഫാമിലി ആയപ്പോൾ, നമ്മൾ തിരക്ക് കൂടിയപ്പോൾ പലപ്പോഴും കോപം പൊട്ടിത്തെറി പല പ്രശ്നങ്ങളിലേക്കും നയിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന് ചിലപ്പോൾ നിയന്ത്രിക്കാനാവാത്ത കോപം ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കണമെന്ന്? നിങ്ങളുടെ കോപം അതിരുവിട്ടു പോകുന്നു എന്ന്? അങ്ങനെ കോപപ്പെടുന്ന നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മുറിവേൽപ്പിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു പക്ഷേ അത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദൈവം പറയുന്നു, ദൈവത്തിന് മുന്നിൽ മറച്ചു വയ്ക്കാൻ നമുക്കൊന്നും പറ്റത്തില്ല. നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ, നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന ഓരോരോ ചേതോ വികാരങ്ങൾ, അതെല്ലാം ദൈവത്തിന് വളരെ നന്നായിട്ടറിയാം. ഒരു പക്ഷേ മറ്റു മനുഷ്യരത് അറിയുന്നുണ്ടാവുന്നില്ല. നിങ്ങളുടെ ഒപ്പം ജീവിക്കുന്ന മനുഷ്യർ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അവർ സാധാരണമായി ജീവിതം മുന്നോട്ട് നോക്കുകയാണ്. ചിലപ്പോൾ കുഞ്ഞുങ്ങളാവട്ടെ നമ്മുടെ ദേഷ്യത്തിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നില്ല. അവരവരുടേതായ കളി, ചിരി, കുസൃതി, പഠനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെ നമ്മൾ അവരുടെ നേരെ ആക്രോശിച്ചു കൊണ്ട് ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ എന്താ വിചാരിക്കുക? അയ്യോ, അവരുടെ ഉള്ളിൽ ഭയം തട്ടും, അവർക്ക് സ്നേഹം നഷ്ടപ്പെട്ടു പോകും, അവരുടെ കുഞ്ഞു മനസ്സുകൾ മുറിവേൽക്കപ്പെടും. അതുകൊണ്ട് കോപത്തെ എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, ആദ്യമായി നിങ്ങൾ കോപിക്കുന്നവരാണ് എന്ന് അംഗീകരിക്കണം. നിങ്ങൾക്ക് കോപമുണ്ട്, അമിതമായി കോപിക്കുന്നുണ്ട്. കോപം വരുമ്പോൾ നിങ്ങളുടെ വികാരത്തെയോ വാക്കിനെയോ നിങ്ങളുടെ അംഗചലനങ്ങളെയോ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് സ്വയം ആദ്യം സമ്മതിക്കണം. അങ്ങനെ സമ്മതിച്ചാൽ മാത്രമേ ഇത് എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ എനിക്കൊപ്പം ജീവിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കത് തിരുത്തണം എന്നുള്ള ചിന്ത വരികയുള്ളൂ. ഇല്ലെങ്കിൽ അവർ അഡ്ജസ്റ്റ് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ലെന്നേ, ഒന്നൊരു പ്രശ്നമല്ല, നമ്മൾ കോപപ്പെട്ടെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ജീവിതത്തിൽ അവർക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടണമല്ലേ, പിന്നെ ഇച്ചിരി നേരം കോപം കേട്ടാലെന്താണ്? അതെൻ്റെ സങ്കടമല്ലേ, അത് ആരറിയാനാണ് എന്ന് ചിന്തിച്ച് നിസാരവൽക്കരിക്കുകയും പോകെ 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 ബന്ധങ്ങൾ അകന്നകന്നകന്നകന്ന് പോവുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, തീക്കട്ടയ്ക്ക് എങ്ങനെയാണ് ഉറുമ്പരിക്കുന്നത്? തീക്കട്ടയ്ക്കകത്ത് ഉറുമ്പ് എങ്ങനെയാണ് ആയിരിക്കുക? ഒരു പക്ഷേ ഒരു കനലിലേക്ക് എറുമ്പിന് പോകാൻ പറ്റില്ല. നമ്മളുടെ കോപം അത്രമാത്രം ജ്വലിക്കുന്ന കോപമാണെങ്കിൽ പതുക്കെ പതുക്കെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമ്മളോട് അടുത്ത് വരാതാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും പിന്നീട് എപ്പോഴെങ്കിലും. അതുകൊണ്ട് കോപം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോപിക്കുന്ന ആളാണ് എന്ന് സമ്മതിക്കുക. ദൈവത്തോട് സത്യസന്ധതയുള്ളവരായിരിക്കുക. ദൈവമേ, എനിക്കിങ്ങനൊരു വിദ്വേഷമുണ്ട്, ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് കോപം വരികയാണ്, അത് മാറ്റാൻ എന്നെ സഹായിക്കണമേ. എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ്,
എവിടെയാണ് എനിക്ക് കോപം നിയന്ത്രണാതീതമായി പോകുന്നതെന്ന് നമ്മളെ തന്നെ നിരീക്ഷിക്കുകയും ആ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട മുൻകരുതലുകൾ നമുക്ക് എടുക്കുകയും ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ യഥാർത്ഥ വികാരം ദൈവത്തിൽ നിന്നും മറച്ചു വയ്ക്കാൻ ശ്രമിക്കരുത്. എന്താണ് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്? എന്താണ് നമ്മളെ പെട്ടെന്ന് പ്രകോപിതരാക്കുന്നത്? ആ വികാരങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ മറച്ചു വയ്ക്കരുത്. ദൈവത്തോട് പറയണം, ദൈവമേ, എനിക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നു, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് ദൈവത്തോട് പറയാൻ നമുക്ക് മനസ്സുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വാക്യം പറയുന്നത്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. നമ്മളെക്കുറിച്ചെല്ലാം ദൈവത്തിനറിയാം. നമ്മുടെ പ്രിയപ്പെട്ടവരോ കൂട്ടുകാരോ നമുക്കൊപ്പമുള്ളവരോ നമ്മളെ അറിയുന്നില്ലെങ്കിൽ കൂടി ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിലും ആരും നമ്മളെ കരുതുന്നില്ലെങ്കിലും ആരാലും നമ്മൾ വെറുക്കപ്പെട്ടാലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ആകാംക്ഷകൾ, നിങ്ങളുടെ ഉത്കണ്ഠകൾ ദൈവത്തോട് പറയുക. ദൈവം അതിന് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്നും തന്നെ മറച്ചു വയ്ക്കാതിരിക്കുക. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ കോപിക്കുന്നതെന്ന് കണ്ടെത്തുക. ഏത് കാരണമാണ് ഈ പെട്ടെന്ന് നമ്മളെ ദേഷ്യപ്പെടാനായിട്ട് ഇടയാക്കി തീർത്തത് എന്നുള്ള സാഹചര്യത്തെ നമ്മൾ അനലൈസ് ചെയ്യണം, പരിശോധിക്കണം. പരിശോധിച്ച ശേഷം അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. കയീനും ഹബേലും ഉണ്ടായിരുന്നു. അവർ ദൈവത്തിന് യാഗം കഴിക്കാൻ കൊണ്ടുപോയി. പക്ഷേ കയീന് പെട്ടെന്ന് ഹാബേലിനോട് ദേഷ്യം വരികയും ഹാബേലിനെ കൊന്നുകളയുകയും ചെയ്യുന്നു. ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട് കയീനോട്, കയീനെ, നീ എന്താണ് കോപിക്കുന്നത്? കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കോപിക്കുന്നത്? എന്താണ് നിങ്ങളെ ഇത്രയധികം കോപിഷ്ഠരാക്കുന്നത്? ആ കോപിഷ്ഠരാക്കുന്ന കാരണം കണ്ടെത്തിയാൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാം, എനിക്കിങ്ങനെ ചെയ്യുന്നത് ദേഷ്യമുണ്ടാകുന്നുണ്ട്, നിങ്ങളും കൂടെ സഹകരിക്കണം, അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് പിന്മാറണം, അത്തരം സാഹചര്യങ്ങളെ ഞാൻ ഒഴിവാക്കി വിടണം, അല്ലെങ്കിൽ അതിനോട് ക്ഷമിക്കാൻ നമുക്ക് തയ്യാറുണ്ടാകണം. എഫേസ്യർക്കുള്ള ലേഖനം 4:26 പറയുന്നു, ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുള്ള ഏതു സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഒരു ശരീരത്തിൽ പല അംഗങ്ങളുണ്ട്, പല അവയവങ്ങളുണ്ട്. അതിനെല്ലാം ഓരോ ലക്ഷ്യമുണ്ട്, അതിനെല്ലാം ഓരോ ഫങ്ഷനുണ്ട്, ഓരോ പ്രവർത്തന മേഖലയുണ്ട്. പക്ഷെ അതെല്ലാം അതാതിൻ്റെ കടമകൾ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം വളരെ കൃത്യമായി രോഗം കൂടാതെ പ്രവർത്തിക്കുന്നത്. അത്തരം സാഹചര്യത്തിലാണ്. അതേപോലെ നമുക്ക് ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുമായി നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചെങ്കിലേ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു ടീമാണ്, ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുടുംബങ്ങൾ, അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ്, കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കണം. കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് പ്ലാൻ ചെയ്ത് വേണം ജീവിക്കാൻ. കുഞ്ഞുങ്ങളെ കൂടെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഒരു ടീമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും ഒപ്പം നിൽക്കാനും ശ്രമിക്കുമ്പോഴാണ് ഫാമിലിയുടെ ടാർഗറ്റ് നമുക്ക് തീർക്കാൻ കഴിയുക. 8:30 സ്കൂളിൽ പോകണമെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോൾ 8:30 ഒരുങ്ങി സ്കൂളിൽ പോകാൻ പറ്റും. 9 മണിക്കാണെങ്കിൽ അങ്ങനെ. നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ ക്രമീകരിക്കുന്നതാണെങ്കിൽ അതങ്ങനെ. ജോലി സ്ഥലത്താണെങ്കിൽ നമ്മൾ വിചാരിക്കുക, നമ്മുടെ ഒപ്പമുള്ള കോവർക്കേഴ്സുമായിട്ട് സഹകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജോലി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിയുക. അപ്പോൾ അതിനോട് അവരെ കൂടെ വിശ്വാസത്തിലെടുക്കുക, അവരെ കൂടെ നമ്മുടെ ഒപ്പം നിർത്തുക, അവരുടെ സ്നേഹത്തിൽ അവരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു അംഗം, ഒരു ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താനും അതിൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും നിറവേറ്റാനും എല്ലാ അവയവങ്ങളും ഒരേ സമയത്ത് എങ്ങനെയാണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മളും നമുക്ക് ചുറ്റുമുള്ളവരും ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് സന്തോഷകരമായി, സമാധാനപരമായി, ആശ്വാസപരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും.
മൂന്നാമതായി നിങ്ങളുടെ മനോവികാരങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. അതായത് പലപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനോവികാരങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് സന്തോഷം വന്നാൽ ഞാൻ സന്തോഷിക്കണം, ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമാണ്, സന്തോഷിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത് എന്ന് ആലോചിച്ചിട്ട് മനഃപൂർവ്വം സന്തോഷിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സന്തോഷം ഉണ്ടാവില്ല. ആ സന്തോഷം നമ്മൾ അഭിനയിക്കുകയാണ് ഇപ്പോൾ പലപ്പോഴും, എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ. അതേപോലെ തന്നെയാണ് സങ്കടങ്ങളും. സങ്കടം വരുമ്പോൾ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമ്മൾ സങ്കടത്തിന് വിട്ടുകൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തു തോന്നലുണ്ടാകുന്നു അത് ചെയ്യണം. എനിക്ക് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്, എനിക്കത് കറക്റ്റാണെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ആളുകൾ അവകാശപ്പെടുന്നത് കാണാം. തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ ദേഷ്യങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ നിരാശകൾ ആ സമയത്ത് നമുക്ക് തോന്നുന്നത് ചെയ്യരുത്. അതേ നിയന്ത്രിക്കാൻ പറ്റണം. നിരാശ വരുമ്പോൾ കഥകളിൽ ഇടിക്കാൻ നമുക്ക് തോന്നും, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരെ ഇടിക്കാൻ തോന്നും, അല്ലെങ്കിൽ പാത്രമോ എന്തെങ്കിലും ഇട്ട് എടുത്ത് അടിക്കാനാണ് തോന്നുന്നത്. ആ സമയത്ത് നമുക്കറിയാം അങ്ങനെ പാത്രമോ എന്തെങ്കിലും എടുത്ത് ഇടിക്കുന്നത് തെറ്റാണ് എന്ന് നമുക്കറിയാമെങ്കിൽ ആ വികാരങ്ങൾ ആ സമയത്ത് നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിച്ചു കൊടുക്കരുത്. നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയണം, അയ്യോ എനിക്ക് ദേഷ്യമുണ്ട്, എനിക്ക് നിരാശയുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ ഞാൻ ഇതിനെ അങ്ങനെയല്ല മാനേജ് ചെയ്യേണ്ടുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയണം, ചിന്തിക്കാൻ കഴിയണം. അത്തരം സന്ദർഭങ്ങൾ അല്പം മൗനം പാലിക്കുകയോ നമ്മുടെ ശ്രദ്ധ മാറ്റുകയോ അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ മാറ്റുകയോ ചെയ്താൽ ആ സമയത്ത് നമുക്ക് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അടുത്ത നിമിഷം മറ്റേ ആൾ എന്ത് ചിന്തിക്കുന്നു അവരുടെ ചിന്തകളെ നമ്മൾ ഒന്ന് തണുപ്പിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് സദൃശവാക്യം 14:29 പറയുന്നത്, ദീർഘമായി ക്ഷമിക്കുക, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. അപ്പോൾ ബുദ്ധിമാനാണെങ്കിൽ ആ നേരത്തെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ ബോധപൂർവം ശ്രമിക്കും. മുൻകോപി ഭോഷത്വം കാണിക്കും. ആ നിമിഷത്തിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ ആ കോപം വരുന്ന നിമിഷത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഭയങ്കരമായി ഇടിച്ച ശേഷം അവരുടെ ദേഹവും കൈയൊക്കെ മുറിഞ്ഞു പോയി ക്ഷതങ്ങളേറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും അയ്യോ ഞാൻ ആ കുട്ടിയെ അങ്ങനെ ചെയ്തത് മോശമായി പോയിന്ന് നമ്മൾക്ക് മനസ്താപം വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ആ കുഞ്ഞിന് ആ ക്ഷതം സംഭവിച്ചു കഴിഞ്ഞു. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം എടുത്ത് ഇടിച്ച് ഉടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മുൻകോപത്തെ നിയന്ത്രിക്കണം. നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം എന്ന് ബൈബിൾ പറയുകയാണ്. ദീർഘമായി ക്ഷമിക്കുന്നവൻ മഹാബുദ്ധിമാൻ, ക്ഷമയുള്ളവനാണ് ബുദ്ധിമാൻ എന്ന് ബൈബിൾ പറയുന്നു. ക്ഷമയുള്ളവനാണ് ഇൻ്റലിജൻറ്റ്, ഇമോഷണലി ഇൻ്റലിജൻറ്റ്, വൈകാരികമായ ബുദ്ധിയുള്ളവൻ എന്നാണ് ശാസ്ത്രം അതിനെക്കുറിച്ച് പറയുക. എന്തായാലും മുൻകോപം ഭോഷത്വം പ്രവർത്തിക്കും, ബുദ്ധിയില്ലായ്മ പ്രവർത്തിക്കും, മണ്ടത്തരം കാണിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളുണ്ടാക്കും, വലിയ നഷ്ടങ്ങൾ. അതുകൊണ്ട് നമ്മുടെ മനോവികാരങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ ദൈവത്തിനായിട്ട് സമർപ്പിക്കുക. നാലാമതായി, നിങ്ങളുടെ കോപ സ്വഭാവത്തെ ദൈവത്തിന് ഏൽപ്പിക്കുക. നിങ്ങളുടെ കോപവാക്കുകൾ മറ്റുള്ളവരിൽ കോപം വർദ്ധിപ്പിക്കും എന്നോർക്കുക. അതായത് നമുക്ക് കോപം വരുമ്പോൾ നമ്മൾ എന്താണോ പറയുന്നത് അതുപോലെയാണ് കേൾക്കുന്ന ആൾക്കും വിചാരിക്കുക. അയാൾക്കും സങ്കടം വരും, കാരണം അയാളൊരു മനുഷ്യനാണ്. അയാളും അത്തരത്തിൽ ചിന്തിച്ചാൽ അദ്ദേഹത്തിനും കോപം വരും. അപ്പോൾ രണ്ട് വ്യക്തികൾക്ക് ഒരേ സമയത്ത് കോപം വന്നാൽ അതൊരു അടിയിലേക്കോ ഒരു വഴക്കിലേക്കോ എത്തിച്ചേരും. അതുകൊണ്ട് നമ്മൾ തന്നെ മറ്റൊരാൾ വെറുതെ ഇരിക്കുന്ന, ശാന്തമായിരിക്കുന്ന, മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വേറൊരാളെ കോപിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അത് സങ്കീർത്തനം 37:7-8 വരെ, യഹോവയുടെ മുമ്പേ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കാം. കാര്യസാധ്യം പ്രാപിക്കുന്നവരെയും ദുരുപയോഗം പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നീ മുഷിയരുത്. യഹോവയുടെ സന്നിധിയിൽ നീ മിണ്ടാതിരിക്കുക. ദൈവം പറയുന്നു, ഞാൻ ദൈവമെന്ന് നീ മിണ്ടാതിരുന്ന് അറിഞ്ഞുകൊള്ളുവീൻ.
ഞാൻ ദൈവമെന്ന് മിണ്ടാതിരുന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ദൈവം പറയുന്നു, ദൈവം പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് രോഗം വന്നു. ആ രോഗം വന്ന ഉടനെ ദൈവത്തോട് കോപിച്ചു, എന്താണ് എനിക്കിങ്ങനെ വന്നത്, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ, ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ്, ഞാൻ ആരോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ നമ്മൾ ഇമോഷണലി ചിന്തിച്ചുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് ദൈവത്തോട് പോലും കോപം വരും. അതേസമയം നമ്മൾ ശാന്തമായിരുന്നു ദൈവമേ പ്രശ്നം മാറ്റണമേ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ശരീരം സ്വാഭാവികമായ സൗഖ്യത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക്, ഹീലിംഗ് പ്രവർത്തനത്തിലേക്ക് മാറുകയും നമുക്ക് ആ സന്ദർഭത്തെ അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരിക്കുക. നമ്മുടെ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കാണാൻ ശ്രമിക്കരുത്, ദൈവം പരിഹാരം കാണാനായിട്ട് അനുവദിക്കുക. പലപ്പോഴും നമ്മൾ കൂട്ടിയാൽ കൂടില്ല. നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് യാതൊരു നിയന്ത്രണമില്ല. നമുക്ക് ആരെയും കൺവിൻസ് ചെയ്യാനോ തിരുത്താനോ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ദൈവമേ, എനിക്ക് അതിനെ തിരുത്താൻ പറ്റുന്നില്ല, നീ ഇടപഴകണമേ. അപ്പോൾ ദൈവം ആ മനുഷ്യരുടെ മനസ്സിലോ നമ്മുടെ മനസ്സിലോ ഇടപെട്ട് നമ്മളെ ശാന്തരാക്കുകയും വിചാരങ്ങളെ നിയന്ത്രിക്കുകയും കാര്യകാരണങ്ങളെ മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക, ദൈവം പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ്. കാര്യസാധ്യം പ്രാപിക്കുന്നവരെയും ദുരുപയോഗം പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നീ മുഷിയരുത്. നമ്മളോട് വെറുപ്പുണ്ടാക്കുന്നവർ, നമ്മളെ ഒറ്റപ്പെടുത്തുന്നവർ, നമ്മളെ സങ്കടപ്പെടുത്തുന്നവർ, നമ്മളെ പ്രയാസപ്പെടുത്തുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർ, നമ്മളെ കുറച്ച് കാണുന്നവർ, അവരോട് നീ മുഷിയരുത്. നമ്മൾ കോപിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവമെല്ലാം അറിയുന്നു, ദൈവമെല്ലാം നോക്കുന്നു. ഒരു മനുഷ്യനെ നിസ്സാരാന്ന് വിളിക്കുന്നവൻ കുലപാതകം ചെയ്യുകയാണ്. നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി ചിന്തിക്കുകയും നിങ്ങളെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ദൈവത്തിൻ്റെ മക്കളെയാണ് തൊടുന്നത്, കളിയാക്കുന്നത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുകയും എന്നെ ആരെങ്കിലും പ്രവോക്ക് ചെയ്യുകയും വേദനിപ്പിക്കുകയും ചെയ്താൽ ഞാൻ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് ദൈവം ആ വ്യക്തിക്കുമേൽ ദൃഷ്ടി വെക്കും. ദൈവം അത് അറിയുന്നുണ്ട്. ദൈവം അത് ചിന്തിക്കുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബൈബിൾ തുടർന്ന് പറയുന്നു, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കോപത്തെ കളഞ്ഞ് നമ്മുടെ ക്രോധം ഉപേക്ഷിച്ച് നമ്മൾ മുഷിഞ്ഞു പോകാതെ അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. മറ്റൊരു വാക്യത്തിൽ ബൈബിൾ പറയുന്നത്, നിങ്ങൾ പ്രതികാരം ചെയ്യരുത്. നിങ്ങൾ പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ കോപം ആ വ്യക്തികൾക്ക് കുറഞ്ഞു പോകുമല്ലോ. നിങ്ങൾക്ക് ശത്രുക്കളെന്ന് തോന്നുന്നവരോട് നമ്മൾ ദേഷ്യപ്പെടുകയും നമ്മൾ പ്രതികാരം ചെയ്യുകയും ചെയ്യാൽ ദൈവകോപം ആ വ്യക്തികൾക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ശാന്തരായിരിക്കുക, ദൈവം ഇടപഴകട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് നമ്മൾ പറയണം. എഫേസ്യർക്ക് ലേഖനം 4:32 പറയുന്നത്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവേശുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് എങ്ങനെയാണോ ക്ഷമിച്ചിരിക്കുന്നത് അതേപോലെ നമ്മളും ക്ഷമിക്കണം. കർത്താവ് നമ്മളെക്കുറിച്ച് നല്ലത് വിചാരിക്കുന്നു, നമ്മൾ പാപം ചെയ്യരുതെന്ന് വിചാരിക്കുന്നു, നമ്മൾ നന്മയായിരിക്കണമെന്ന് കർത്താവ് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലേ? നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ എത്ര വലിയ തെറ്റുകളാണ് ചെയ്യുന്നത്. നമ്മൾ ദൈവത്തെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ കണക്കനുസരിച്ച് ദൈവം നമ്മളോട് കോപിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് ദൈവം നമ്മളോട് ഉടനടി കോപിക്കുന്നില്ല, ദൈവം നമ്മളോട് ക്ഷമിച്ചു തരുന്നുണ്ട്. അതുപോലെ നമ്മളും മറ്റുള്ളവരോട് ക്ഷമിക്കണം, നമ്മുടെ ഒപ്പമുള്ളവരോട് ക്ഷമിക്കണം. അവരുടെ അറിവില്ലായ്മയിൽ നിന്നോ അവരുടെ തെറ്റിദ്ധാരണയിൽ നിന്നോ അവരുടെ സങ്കടങ്ങളോടുള്ള ഒരു പ്രതികരണം മാത്രമാണത് എന്ന് വിചാരിച്ച് നമ്മൾ അവരോട് ക്ഷമിക്കണം. കർത്താവായ യേശു ക്രിസ്തു മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ, നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു. ലൂക്കോസ് 11:4 ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മൾ നമ്മുടെ ഒപ്പമുള്ള ഒരാളോട് എത്രമാത്രം ക്ഷമിക്കുന്നുവോ അതുപോലെയാണ് ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത്.
നമ്മൾ വേറൊരാളോട് എത്രമാത്രം ക്ഷമിക്കുന്നു അതുപോലെ ദൈവം നമ്മളോടും ക്ഷമിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കാതിരുന്നാൽ ഒരുപക്ഷെ ദൈവം നമ്മുടെ തെറ്റുകളോടും ക്ഷമിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വാക്യം പറയുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. 1 യോഹന്നാൻ 1:9 പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്ന് പറയുകയാണ്. നമ്മുടെ ഈ കുറവുകൾ, ദേഷ്യം വരുന്ന സ്വഭാവങ്ങൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ തെറ്റിദ്ധാരണകൾ, നമ്മുടെ ശാഠ്യങ്ങൾ, നമ്മുടെ ഇഷ്ടക്കേടുകൾ, നമ്മുടെ ശീലങ്ങൾ, ഇതൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അപ്പോൾ ദൈവം നമ്മൾ തെറ്റായ ചിന്തകളും തെറ്റിദ്ധാരണകളും കാഴ്ചപ്പാടുകളുമാണ് നമുക്കുള്ളതെങ്കിൽ അത് മാറ്റി നമ്മളെ ശുദ്ധിയുള്ളവരായി ശരിയായ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കാനും ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരിയായ രീതിയിൽ കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാനും നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ വികാരങ്ങളെ ദൈവം ശക്തിപ്പെടുത്തും. ദൈവം നമുക്ക് മനസ്സമാധാനം തരും, ദൈവം നമുക്ക് ശാന്തി തരും, ദൈവം നമുക്ക് കാഴ്ചപ്പാടുകൾ തരും. അപ്പോൾ നമ്മുടെ ജീവിതം സുന്ദരമായിത്തീരും, നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ഈടാർന്നതായിത്തീരും, നമ്മളുടെ ജോലി സ്ഥലത്ത് ആരോഗ്യമുള്ള ബന്ധങ്ങൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും. കാരണം കർത്താവ് വിശ്വസ്തനും നീതിമാനുമാണ്. അവൻ നമ്മളെ സഹായിക്കും, അവൻ നമ്മളെ ശക്തരാക്കും, അവൻ നമുക്ക് ദിവ്യ സമാധാനം തരും. ആ സമാധാനം വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല. അത് നമ്മളുടെ ഉള്ളിലെ ആന്തരിക സമാധാനമാണ്. ആ സമാധാനം നമ്മളെ പുഞ്ചിരിക്കുന്ന മനുഷ്യരാക്കും. ആ സമാധാനം നമ്മളെ ഹാപ്പി ഫേസുള്ള ആളുകളാക്കി മാറ്റും. എഫേസ്യർക്കുള്ള ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യം പ്രാപിക്കുന്നു, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ കോപപ്പെടുകയാണെങ്കിൽ പാപം ചെയ്യരുത്. തിരുത്താൻ വേണ്ടി നമുക്ക് കോപിക്കാം, ഒരാളെ കറക്റ്റ് ചെയ്യാനായി നമുക്ക് ദേഷ്യപ്പെടാം. അത് പക്ഷേ എക്സ്ട്രീം ആവത്തില്ല. അയാളെ ഹട്ട് ചെയ്യുക, വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുക, സാധനങ്ങൾ വലിച്ചെറിയുക, അങ്ങനെയൊന്നുമല്ല. തിരുത്തണം. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാവില്ല. മക്കളെ, അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്. സുഹൃത്തെ, അതങ്ങനെയല്ല, ഇങ്ങനെയാണ് പോകേണ്ടത്. ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് നമുക്ക് ആളോട് പറയാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ നന്മയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, കോപിച്ചാൽ പാപം ചെയ്യരുത്, കോപിച്ചാൽ മുറിവേൽപ്പിക്കരുത്, കോപിച്ചാൽ തകർക്കരുത്, കോപിച്ചാൽ ശപിക്കരുത്, കോപിച്ചാൽ നമ്മൾ അവരെ ഇല്ലായ്മ ചെയ്യരുത്. കാരണം കോപിക്കുമ്പോൾ നമ്മൾ മറ്റു മനുഷ്യനെ നിസ്സാരരായി കാണുകയാണ്, അവരെ കുലപാതകം ചെയ്യുകയാണ്, അവരുടെ എക്സിസ്റ്റൻസിനെ, അവരുടെ നിലനിൽപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ദൈവം പറയുന്നു, നീ നിൻ്റെ സഹോദരനെ നിസ്സാരാന്ന് വിളിച്ചാൽ നീ കുലപാതകം ചെയ്യുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, കോപിച്ചാൽ പാപം ചെയ്യരുത്, കോപിച്ചാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ മനസ്സിൽ കോപം വളരാൻ അനുവദിക്കരുത്. കോപം എത്ര നേരം നമ്മുടെ മനസ്സിലിരിക്കുമോ, എത്ര നേരം ഈ കോപത്തെ നമ്മൾ വീണ്ടും 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 ഓർക്കുന്നുവോ, അത്രയും പ്രാവശ്യവും നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴൊക്കെ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അപ്പോഴൊക്കെയും നമ്മൾ വയലൻ്റായി മാറിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ പ്രേരിപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മറ്റേ ആളോട് നിരപ്പാകാനുള്ള ക്ഷമ കാണിക്കണം. ഒപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ സുഹൃത്തിനോട് ക്ഷമ ചോദിച്ചിട്ട് വേണം പ്രാർത്ഥനയ്ക്കിരിക്കാൻ. കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കും. കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ദൈവം നിങ്ങളെ തകർക്കാനോ വേദനിപ്പിക്കാനോ അല്ല ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത്. നിങ്ങൾ സമാധാനമായി ജീവിക്കുന്നതും നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നതും നിങ്ങൾ കരുതലോടെ ജീവിക്കുന്നതും കാണുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കോപത്തെ നിയന്ത്രിക്കാനും സമാധാനവും സന്തോഷവും കളിയാടുന്ന ജീവിതമുണ്ടാക്കിയെടുക്കാനും ദൈവിക സമാധാനം അനുഭവിക്കുന്നവരായിത്തീരാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ.